എന്നാൽ നമുക്ക് യാത്ര തുടർന്നാലോ? വെളുപ്പിനെ തന്നെ ഒരു കാലി ചായയും കുടിച്ച് 5:05 പുരി എക്സ്പ്രസ്സിൽ ഞാൻ കയറി. ട്രെയിനിൽ നിന്ന് തന്നെ നല്ലൊരു സൺറൈസ് കാണാനുള്ള തിടുക്കമാണ്. ഏതായാലും ശ്രമം വെറുതെ ആയില്ല. ആന്ധ്ര, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളെ കണക്ട് ചെയ്യുന്ന ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ ലൈനിലൂടെയാണ് നമ്മുടെ യാത്ര. ഏകദേശം വൈകുന്നേരത്തോടുകൂടി നമ്മൾ പുരിയിലെത്തി. ഒരു ഷെയർ ടാക്സി പിടിച്ച് ആദ്യം പോയത് പുരി ബീച്ചിലെ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ്. ഈ ഒട്ടകത്തെയൊക്കെ ബീച്ചിൽ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എന്നിട്ട് അവിടുന്ന് നേരെ പോയത് പുരി ജഗന്നാഥ് ടെമ്പിളിലേക്കാണ്. പോകുന്ന വഴിയൊക്കെ നല്ല റഷാണ് കേട്ടോ. ഈ മുകളിൽ കാണുന്ന ഗോപുരത്തിലെ കൊടിക്കൂറ എല്ലാ ദിവസവും വൈകുന്നേരം മാറ്റാറുള്ള ഒരു ചടങ്ങുണ്ട്. അത് കാണാനുള്ള തിരക്കാണ് കേട്ടോ ഇവിടെ. അതിനുശേഷം അവിടുത്തെ കടകളും കാഴ്ചകളും ഒക്കെ കണ്ട് നടക്കുമായിരുന്നു. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റ് ഖാജ. അടുത്ത ദിവസം രാവിലെ തന്നെ പുരിയിൽ നിന്നും കൊണാർക്ക് സൺ ടെമ്പിളിലേക്കുള്ള ബസ് കയറി. ഒരുപാട് ആഗ്രഹിച്ചൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഈ യാത്ര. അതിന്റെ റീസൺ ഞാൻ പിന്നീട് പറയാമേ. അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തി ടിക്കറ്റും എടുത്ത് വെരിഫിക്കേഷനും കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി. അങ്ങനെ ഇവിടെ എത്തി. ഈ 10 രൂപ നോട്ടിൽ കാണുന്ന ചക്രം ഇവിടെയാണ് കേട്ടോ. 10 രൂപ നോട്ട് കാണുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് ഈ സ്ഥലം ഒന്ന് വന്ന് കാണണം. ഏതായാലും ആ ആഗ്രഹം നടന്നു. 13-ാം നൂറ്റാണ്ടിൽ നരസിംഹദേവ ഒന്നാമൻ പണി കഴിപ്പിച്ചതാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. 7 കുതിരകൾ ചേർന്ന് വലിക്കുന്ന ഒരു രഥം പോലെയാണ് ക്ഷേത്രം പണിതിരിക്കുന്നത്. രഥത്തിന് ഇരുവശങ്ങളിലും 12 ചക്രങ്ങൾ, ആകെ 24 ചക്രങ്ങൾ. പുരാതന വാസ്തുശില്പകലയുടെ ഉത്തമ ഉദാഹരണം മാത്രമല്ല, ഇന്ത്യയുടെ സമ്പന്നമായ പാരമ്പര്യത്തെയും പൈതൃകത്തിന്റെയും അടയാളം കൂടിയാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം. പണ്ടുകാലത്ത് യൂറോപ്യൻ നാവികർ അടയാളമായി കണ്ട ഈ സ്ഥലത്തെ ബ്ലാക്ക് പഗോഡ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ഇവിടെ കല്ലുകളുടെ ഭാഷ മനുഷ്യന്റെ ഭാഷയെ മറികടക്കുന്നു എന്നാണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞത്. ഓരോ ഇന്ത്യക്കാരനും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത്. ഇവിടുത്തെ കാഴ്ചകൾ ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നേ ഇല്ല. ഇവിടുത്തെ തനതായ കരകൗശല വസ്തുക്കളുടെ ഒരു വലിയ മാർക്കറ്റ് തന്നെ ഇവിടെയുണ്ട്. ഫൈനലി ഒരു ഒഡീഷ താലി മിൽസും ചനാജീലിയൊക്കെ ട്രൈ ചെയ്ത് ഞാൻ മടങ്ങുകയാണ്. അടുത്ത യാത്രയുമായി വീണ്ടും കാണാം.